ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. സോ ഒരു ബുൾസി ഉണ്ടാക്കി, പിന്നെ ബ്രെഡ് ഉണ്ടാക്കി ചീസ് വെച്ചിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. കോളേജ് ഇപ്പോൾ റെഡിയായി. ആക്ച്വലി ഞാൻ കുറച്ചും കൂടെ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ എക്സാമൊക്കെ അല്ലേ, അതിൻ്റെ ധൃതിയാണ്. ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും വീഡിയോ എടുക്കണം എന്ന് ആലോചിച്ചത്. ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല ഗൈസ്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കണം, അവയർനെസ് ക്ലാസ്, അത് പുറത്ത് പോയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വൈപ്പിനിൽ പോവുകയാണ്. അവിടെ സെൻറ്റ് മേരീസ് സ്കൂളിൽ +1 +2 ഞങ്ങളൊരു ഫുഡ് സേഫ്റ്റി അവയർനെസ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് നോക്ക് ഗൈസ്, ഈ വീഡിയോ തന്നെ നിങ്ങൾക്കറിയാം എന്തോരം വെയിലാണ്. ഞങ്ങൾ കരിഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ. ഒന്നാമത് ബസ് കിട്ടാൻ ഹൈക്കോട്ട് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നല്ല കട്ട വെയിൽ, എന്ത് കുട പിടിച്ചിട്ട് പോലും ലിറ്ററലി നല്ല വെയിലായിരുന്നു. ബട്ട് നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. പള്ളി ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. പള്ളീനെ പറ്റി കുറേ ഐഡിയകൾ എനിക്ക് കുറേയൊന്നും അറിയില്ല, പക്ഷെ അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടേക്ക് എത്തി. സ്കൂൾ തൊട്ടടുത്താണ്, പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു സ്കൂള്. അവിടെ ഞങ്ങൾ എടുത്തത് കൊമേഴ്സ് വിഭാഗം പിള്ളേർക്കായിരുന്നു ക്ലാസ് എടുത്തത്. പിന്നെ കുറച്ച് ഡീസൻ്റായിട്ട് പോകണമല്ലോ, ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്നതില്ല. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പലിനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവർ ഞങ്ങൾക്ക് സ്റ്റാഫ് റൂമിൽ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞു. അവർക്ക് സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്യണമല്ലോ, മൈക്കൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല പിള്ളേർ ഇത്ര ആക്റ്റീവായിരിക്കുന്നു. ഭയങ്കര ആക്റ്റീവായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. നമുക്കറിയാലോ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് റിലീഫിംഗ് ആണ്. ആക്ച്വലി കുറേ ഐതിഹ്യങ്ങളുണ്ട്. ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ വല്ലാർപാടം. നിങ്ങൾ ഒരിക്കൽ പോലും വന്നിട്ടില്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ തന്നെ പറയും. അതിപ്പോൾ ഏത് മതത്തിലുള്ളവർക്കാണെങ്കിലും വരാം. ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു ചൂല് വെച്ചിട്ടുള്ള സംഭവം, അതെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഞങ്ങളവിടുത്തെ ക്യാൻറ്റീനിൽ കയറി ഒരു കാപ്പിയൊക്കെ കുടിച്ചു. നല്ല ഫിൽറ്റർ കോഫി ആയിരുന്നു. തിരിച്ച് ബസ്സൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ കോളേജിലോട്ട് തന്നെ വന്നു. കോളേജിൽ വന്നിട്ട് ബാക്കി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആക്ച്വലി അതിൻ്റെ വീഡിയോസ് എടുക്കാൻ മറന്നുപോയപ്പോഴത്തേക്കും ഞാൻ ടയേർഡായി. നമ്മുടെ കോളേജിൻ്റെ അടുത്താണ് സുഭാഷ് പാർക്ക്. അപ്പോൾ കുറച്ച് സുഭാഷ് പാർക്കിലേക്ക് പോയി ചില്ലിയാന്ന് വെച്ചു. ആ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നുപോയി. സൺസെറ്റിൻ്റെ സമയത്ത് എത്തിയോണ്ട് നല്ല വ്യൂ ആയിരുന്നു. പിന്നെ തിരിച്ച് ബസ്സിൽ കയറി നേരെ ഹോസ്റ്റലിലെത്തി. എനിക്ക് നൈറ്റ് കെയർ റൊട്ടീൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ട്, പക്ഷെ അതിനൊന്നും വയ്യ. എക്സാം എഴുതി തളർന്നിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എക്സാം നല്ല പാടായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇന്നലത്തെ ക്ഷീണം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.